ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമുക്ക് ശ്വാസം വിടാൻ പറ്റില്ല, അത്രയും ത്രില്ലായിരിക്കും. അതുപോലൊരു കിട്ടുക്കാച്ചി ഐറ്റം ഈ കൊറിയക്കാരുടെ തലയിൽ മാത്രം എന്താ മച്ചന്മാരെ ഇതുപോലെ ഓരോ ഐഡിയ തോന്നുന്നത്. കഥയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു വലിയ ബിൽഡിംഗ്, ഒരു ഫ്ലാറ്റ് ആണ്. നന്നായിട്ട് മഴ പെയ്ത സമയത്ത് ഈ ഫ്ലാറ്റ് താഴേക്ക് ഒരേറ്റ പോക്കാണ് കേട്ടോ. അതും കുഴല് പോലെയുള്ള വലിയൊരു കുഴിയുടെ അടിയിലേക്ക്. വെറും സെക്കൻഡുകൾ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഒരു കുഴിയിലേക്ക് ഒരാൾ വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വീഴുക, അങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് വീണ് പോയിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു 4-5 പേരുടെ കഥയാണ്. എന്റെ മച്ചാമാരി ത്രില്ല് എന്ന് പറഞ്ഞാൽ അവസാനം ആവുന്ന സമയത്തൊക്കെ സീറ്റ് എഡ്ജിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, അതുപോലെ റൈറ്റാണ്. പറ്റുവാണെങ്കിൽ ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോവല്ലേ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജെറിയെ കാണുകയാണ്. പുതിയൊരു വീടെല്ലാം മേടിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു ഫ്ലാറ്റിൽ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സാധനങ്ങളുമായിട്ട് ജെറി അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവന്റെ കാറ് വെക്കേണ്ട അതേ സ്ഥലത്ത് തന്നെ വേറൊരു കാറുണ്ട്. ഈ കാർ അവിടെ കിടക്കുകയാണെങ്കിൽ ജെറിക്ക് അവന്റെ സാധനങ്ങൾ ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാറിൽ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിക്കാന്നല്ലാതെ അയാൾ ഫോൺ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര രൂക്ഷമായൊരു നോട്ട് നോക്കിയിട്ട് ജെറിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ആ ആള് തന്നെയാണ് ഈ കാറിന്റെ ഓണർ. അപ്പൊ ജെറി പറയണേ, ഇത് നിങ്ങളുടെ കാറാണോ, ഒന്നും മാറ്റിക്കൂടെ, ബാക്കിയുള്ളവർക്ക് സാധനമൊക്കെ ഇറക്കണ്ടേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രൂക്ഷമായ രീതിയിൽ നോക്കിയിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് കാറാക്കിയിട്ട് മുട്ടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി ഒരു ബാഡ് ക്യാരക്ടർ എന്ന് പറയാം. എന്നിട്ടൊരു ഭാഗത്തേക്ക് കാർ ഒതുക്കിയത് നേരെ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്, പിന്നെ നിങ്ങളുടെ കാർ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സാധനം ഇങ്ങനെ ഇറക്കി വെക്കും, അതുകൊണ്ടല്ലേ വിളിച്ചത്. പക്ഷേ ഇയാൾ ഭയങ്കര മോശമായ രീതിയിൽ തന്നെ ജെറിയോട് പെരുമാറുകയാണ്. അതും ദേഹത്ത് തൊട്ട് അവൻ ആരോഗ്യമില്ലാത്ത പഫി ആയിട്ടുള്ള ഒരാൾ, ഞാൻ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ഒരാൾ എന്ന ഒരു എന്താ പറയാ അഹങ്കാരം, അത് വെച്ചുകൊണ്ട് ജെറിയോട് ഇയാൾ ബിഹേവ് ചെയ്യണം. പിന്നീട് അവിടുന്ന് പോകുന്നുണ്ട്. അതായത് കണ്ടാൽ അറിയാം ഒരു മഹാവൃത്തികെട്ടവനാണ്. വന്ന ദിവസം തന്നെ ഫസ്റ്റ് ഡേ ആകെ അലമ്പായല്ലോ എന്ന് വിചാരിച്ച് ജെറി ആകെ സങ്കടത്തിലാവുകയാണ്. പിന്നീട് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഫ്ലാറ്റിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫാമിലിയെ കാണിക്കുകയാണ്. ഒരു ചെറുക്കനും അതുപോലെ തന്നെ അവന്റെ അമ്മയാണ് തോന്നുന്നു കൂടെയുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആ ചെറുക്കൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇതേ നേരം പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ജെറി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചപ്പോൾ ഒരു ലേഡി ഉണ്ട് ഈ ഫ്ലാറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്തോ ഫുഡിന്റെ ഡെലിവറിക്കായിട്ട് ഈ ലേഡി പോവാണ്. ജെറിയെ കണ്ടപാട് തന്നെ ഒരു ഹായ് എല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഡെലിവറിക്കായിട്ട് പോകുന്ന ആ ലേഡി ഉണ്ടല്ലോ, അവർക്ക് ഹസ്ബൻഡ് ഇല്ലാതെ തോന്നുന്നു, മകനെ ഒറ്റയ്ക്കാണ് വളർത്തുന്നത്. മേലെ ആ ചെറുക്കനുണ്ട്. അപ്പൊ മോനെ ആര് വന്ന് വാതിൽ മുട്ടിയാലും വാതിൽ തുറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടുന്ന് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ജെറിയുടെ ആ ഒരു ഫാമിലിയെ കാണിക്കുകയാണ്. ഒരു മകനുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇതുപോലൊരു വീട് വാങ്ങിച്ചത് കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷമാണ്, എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ജെറിയുടെ മകൻ കോട്ടി വെച്ച് കളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കോട്ടി എന്നൊക്കെയാ പറയാ, നിങ്ങളുടെ നാട്ടിൽ ഗോലി എന്നായിരിക്കും പറയാ, എനിക്കറിയില്ല, പല നാട്ടിലും പല രീതിയിലായിരിക്കും. എന്തായാലും ചെറുക്കൻ അത് വെച്ച് കളിക്കുന്ന സമയത്ത് ഈ ഗോലി ഉണ്ടല്ലോ അത് പതിയെ ഉരുണ്ടു പോവാണ്. ഇത് കണ്ടപാട് തന്നെ ജെറിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ച് കാശ് കൊടുത്ത് മേടിച്ച ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇതിന് ഇതുപോലെ ചെരിവുള്ളത് കൊണ്ടല്ലേ ഗോലി അങ്ങനെ ഉരുണ്ടു പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നേരെ ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ജിമ്മ് കാണുന്നുണ്ട്. ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയ ആളുണ്ടല്ലോ, ഭയങ്കര മസിലൊക്കെ ഉള്ള അവൻ പറഞ്ഞിരുന്നു ആദ്യം എന്നോട് കളിക്കുമ്പോൾ ജിമ്മിൽ പോയിട്ട് കുറച്ച് ആരോഗ്യം ഉണ്ടാക്കിയിട്ട് പാടാന്ന്. എന്നാ പിന്നെ ജിമ്മിലേക്ക് ഒന്ന് പോയി കളയാം, ആദ്യം ആ ഒരു ജിമ്മ് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാന്ന് കരുതിയിട്ട് ജെറി നേരെ ആ ഒരു ജിമ്മിലേക്ക് പോവാണ്. പോയ പാട് തന്നെ അവിടെ ഒരാളെ കണ്ട് ഞെട്ടുന്നുണ്ട്. അവനോട് ഇന്നലെ മോശമായിട്ട് പെരുമാറിയ അതേ ആള് തന്നെ. ഇവന്റെ പേര് ഇയോൺ എന്നാണ്. ജെറിയെ കണ്ടപാട് ഇത്ര പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വന്നു, വാ ഞാൻ കാണിച്ചു തരാം, എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാം. കാരണം ഈ ജിമ്മിന്റെ മാനേജർ അല്ലെങ്കിൽ ആ ഒരു കോച്ച് എന്ന് പറയുന്നത് ഇയോൺ തന്നെയാണ്. ചുമ്മാ അവന്റെ ഈഗോ ഒന്ന് ഹേർട്ട് ചെയ്തിട്ട് അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വരുത്തിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഇയോൺ അങ്ങനെ സംസാരിച്ചത്. വിചാരിച്ചതുപോലെ തന്നെ കാര്യം നടക്കുകയും ചെയ്തു. ഇപ്പൊ ചെറിയ ഒരു ഞാൻ ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയതാ, ജിമ്മിൽ ചേരാനൊന്നുമല്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റിന്റെ ഒരു കാര്യം കൂടെ പറയാണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാറ്റിന് എന്തെങ്കിലും ചെരിവുണ്ടോ എന്ന് ചോദിക്കണം. ചെരിവോ? ആര് പറഞ്ഞേ? കുറെ കാലമായിട്ട് ഞാൻ അവിടെ താമസിക്കുന്നുണ്ടല്ലോ, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ചെരിവ് എനിക്ക് ഫീൽ ആയിട്ടില്ലല്ലോ. ഓക്കെ, എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും. ഇതും പറഞ്ഞ് ജെറി വേഗം ജോലിക്ക് പോവാണ്. അന്ന് തന്നെ വീട്ടിലേക്ക് വന്നപാട് ആ ഒരു ഗോലി വെച്ചിട്ട് ഒന്നും കൂടെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങോട്ടും മുരുണ്ടു പോകുന്നില്ല. അപ്പൊ തോന്നലായിരിക്കും ഈ ഫ്ലാറ്റിന് ചെരിവൊന്നുമില്ല എന്ന് ജെറി വിചാരിക്കുകയാണ്. വെറുതെ ഇതിന്റെ പേരിൽ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട, കാര്യം അങ്ങ് വിട്ടേക്കാന്ന് ജെറിയും വിചാരിക്കുകയാണ്. ഇതിനുശേഷം ഫാമിലിയും കൂട്ടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആള് പുറത്തേക്ക് വരുന്നുണ്ട്. ആളെ കണ്ട് നമ്മുടെ ജെറി വീണ്ടും ഞെട്ടുകയാണ്. നോക്കുമ്പോൾ ആരാണ്? അവൻ എപ്പോഴും കാണുന്ന ഇയോൺ തന്നെ. തീരെ ഇഷ്ടമല്ല അവനെ കാണുന്നത്. അതായത് ജീവിക്കാനായിട്ട് സകലമാന പണിയും ചെയ്യുന്ന ആളാണ് ഇയോൺ. അവൻ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളാണോ, വേഗം വാ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിൽ കൊണ്ടേ ഇരുത്തുകയാണ്. എന്നാൽ ഇയോണിനെ ജെറിക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടാവുന്നില്ല. അപ്പൊ ചിരിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. എടോ ഒന്ന് ചിരിക്കടോ എന്ന് പറയണം. ചിരിച്ചേക്കാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു ചിരിയായി പോയി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ കുക്ക് ഇനി ഇയാവണായിരിക്കുമോ എന്തോ ഭാഗ്യത്തിന് അല്ല. ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ചു പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നുണ്ട്. ക്യാബ് വന്ന് നോക്കുമ്പോൾ അതിലെ ഡ്രൈവറും ഇയോണാണ്. ഇതെന്താണ്, ഇവനെന്താ വല്ല ചാത്തനാണോ, എവിടെ നോക്കിയാലും ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ ജെറിക്കാണെങ്കിൽ ഇവനെ കണ്ടുവിടാം. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് മേടിച്ച ആ ഒരു വീട്, അതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് ജെറി ഇപ്പോഴും. വീടിന് ആവശ്യം
ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കുക, അതിൽ എന്താ പറയാ ആത്മസമൃദ്ധി ഇങ്ങനെ ഉണ്ടാക്കി സന്തോഷിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജെറിയുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. രാത്രി സമയമാണ്. ആ സമയത്താണ് ഈ വീടിന്റെ, അതായത് ഈ വലിയ ഫ്ലാറ്റിന്റെ അടിഭാഗം കാണിക്കുന്നത്. ചെറിയ ചെറിയ വിള്ളലുകൾ അവിടെ ഇവിടെയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ മുതലാണ് യഥാർത്ഥത്തിൽ കഥ ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു മഴ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഫ്ലാറ്റിന്റെ അടിഭാഗത്തെ ഫ്ലോറിൽ ഏറ്റവും മുന്നിലായിട്ട് ഒരു കണ്ണാടിയുണ്ട്. രാവിലെ ഇയോണും അതുപോലെ തന്നെ ജെറിയും വന്ന് നോക്കുമ്പോൾ അത് പൊട്ടിക്കെടുക്കുകയാണ്. അപ്പൊ അവിടെ ഇയോണെ കണ്ട സമയത്ത് ജെറി പറയാണ്, ആ ഇത് പൊട്ടിച്ചത് നീ തന്നെയല്ലേ, മര്യാദക്ക് നന്നാക്കിക്കോ. ഈ സമയത്ത് ഇയോണെ ജെറിയെ നോക്കിയിട്ട് ഇയാൾക്ക് എന്തിനു കഴപ്പാ, എടോ ഇവിടുത്തെ മെയിൻറ്റെയിൻസ് ചെയ്യുന്ന ആള് അത് ഞാനാണ്, ഞാൻ തന്നെയാണ് ഇത് പൊട്ടിക്കുന്നത്. ഓ നിങ്ങളാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്നാൽ മര്യാദക്ക് ഈ ഒരു ഗ്ലാസ് നന്നാക്കിക്കോ, അധിക നേരം ഇത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ജെറി പുറത്തേക്ക് പോവാണ്. കാരണം എന്താണ്, ഇയോണൊന്ന് ചീത്ത പറയാൻ പറ്റിയല്ലോ. ആ സന്തോഷത്തിൽ ജെറി പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അധിക നേരം സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൻ ആ ഒരു ഫ്ലോറിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ചെറുതായിട്ടുള്ള വിള്ളലുകൾ. ഇപ്പൊ മുതൽ ജെറിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. വേഗം തന്നെ ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയ ആ ഒരു കമ്പനിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ലീഗലി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അപ്രൂവ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണോ നിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത്, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. കമ്പനിക്കാരും അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തായാലും ജെറി ഓരോരുത്തരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിട്ടും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഫീൽ ആയിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം അങ്ങോട്ടേക്ക് വന്ന ഇയോണോടും പറയുന്നുണ്ട്, ആഹാ ഫ്ലാറ്റുകളിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ വെറുതെ നടക്കാണല്ലേ, വേഗം പോയി നന്നാക്കടോ. കിട്ടിയ അവസരം നോക്കി ഇയോണിനെ ചെറി നന്നായിട്ട് ടാട്ടുന്നുണ്ട്. ഇയോണും ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ആ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നേരെ അവന്റെ ആ ഒരു ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ തന്നെ ഇയോണിന് ഒരു മകനുണ്ട് കേട്ടോ. ഒരു ടീനേജ് പയ്യനാണ്. ഭൂരിഭാഗം ഫാമിലിയെ പോലെ തന്നെ മകനെ നന്നായിട്ട് നോക്കുന്ന, നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഇയോൺ. ഇയോണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കുന്ന ആൾ കൂടിയാണ് അവന്റെ മകൻ. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ ജെറി ഉണ്ടല്ലോ, അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. പുതിയ വീടാണ്, ഭയങ്കര സെറ്റപ്പാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഈ ഒരു പുതിയ വീട് കാണിക്കാനായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവൻ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇയോൺ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം. മുന്നിൽ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയിരുന്നല്ലോ, അത് മുഴുവനായിട്ടും കളഞ്ഞിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപാടിനെ ജെറി ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇയോൺ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഇത് നേരാക്കണമെന്ന്. എന്ന് കരുതി ഇതുപോലെ പ്ലാസ്റ്റിക് തൂക്കാനാണോ പറഞ്ഞത്, മറ്റൊരു ഗ്ലാസ് വെക്കാനല്ലേ പറഞ്ഞത്? എന്റെ സാറൊന്ന് പൊയ്ക്കുക അവിടുന്ന്, ഇവിടെ ബാക്കിയുള്ള ആവശ്യത്തിന് തന്നെ അവർ ഫണ്ട് തരുന്നില്ല, അപ്പോഴാണ് ഈ ഒരു ഗ്ലാസ് നേരാക്കാൻ. അല്ലെങ്കിൽ സാറിനെ പോലെ ഒരു മണ്ടനല്ലാതെ ഈ ഒരു ഫ്ലാറ്റ് ആരെയും മേടിക്കോ? ഇത് നോക്കി, ഇവിടെ വിള്ളല്, അവിടെ വിള്ളല്, ഇവിടെ കുഴി, അവിടെ കുഴി. ഇത് കേട്ടപ്പോ നമ്മുടെ ജെറിയുടെ ഫ്രണ്ട്സ് പറയാണ്, നീയല്ലേ പറഞ്ഞത് ഇത് പുതിയ അപ്പാർട്ട്മെന്റ് ആണ്, അതാണ് ഇതാണ് വലിയ സെറ്റപ്പാണ്. എന്നിട്ട് ഇയാളിപ്പോ എന്താ ഇങ്ങനെ പറയുന്നത്? ഏയ് അതൊന്നുമില്ല, നിങ്ങളിപ്പോ വേഗം എന്റെ വീട്ടിലേക്ക് വന്ന് നമുക്ക് അവിടെ ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ നമുക്കിവിടെ ലിഫ്റ്റ് ഉണ്ട്, ഇതാ ഇവിടെ സ്വിച്ച് ഞെക്കിയാൽ ലിഫ്റ്റ് താഴേക്ക് വരും. അവൻ സ്വിച്ച് അങ്ങനെ ഞെക്കുന്നുണ്ട്, പക്ഷെ ലിഫ്റ്റ് താഴേക്ക് വരുന്നില്ല. ഇതേ സമയത്തിന് ഇയോൺ പറയാണ്, എന്റെ പൊന്നു സാറേ കറണ്ട് ഇല്ല, എന്നിട്ടല്ലേ ലിഫ്റ്റ്. ദാ നിങ്ങൾ എല്ലാവരും ദാ ഈ വഴിക്ക് നടന്നു പോയിക്കോന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് പൊക്കി കൊടുക്കുകയാണ്. സോ അതിന്റെ ഇടയിലൂടെയാണ് നമ്മുടെ ജെറിയും കൂട്ടുകാരും പോകുന്നത് കേട്ടോ. എന്തായാലും ഇയോൺ നന്നായിട്ട് പകരം വീട്ടിയിട്ടുണ്ട്. കൂട്ടുകാരുടെ മുന്നിൽ ജെറി ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നാറിയിട്ടുമുണ്ട്. എന്നാൽ അതൊക്കെ അങ്ങോട്ട് വിട്ട് കളയാണ്. റൂമിൽ ചെന്നപാട് എല്ലാവർക്കും നല്ല ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആകുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം കള്ളു കുടിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നീ എന്താ കുടിക്കാതെ ചോദിക്കുമ്പോൾ, ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്തു പോകണ്ടേ, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയാണ്. ഇപ്പൊ ജെറി പറയാണ്, ഏയ് അതൊന്നും പ്രശ്നമാക്കണ്ട, ഇവിടെ നമുക്ക് അതിന് പറ്റിയ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയോണിനെ വിളിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനൊന്ന് കളിയാക്കുന്നുണ്ട്. അതിനുകൂടിയാണ് ജെറി ഇപ്പൊ ഇയോണിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. രണ്ടുപേരും എപ്പോ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തുകൊണ്ടിരിക്കും. എന്തായാലും ഇയോണിനോട് ഇവരെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇയോൺ പറയാണ്, ഇത്ര കാശ് വേണം എന്നാലേ ഞാൻ കൊണ്ടാക്കുള്ളൂ. ആ അത്ര കാശോ? നീ വേണ്ട, നീ പോയിക്കോ. എടാ നിങ്ങൾ ആദ്യം ഒന്ന് പോകണ്ട, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കിടന്നു, എന്റെ അപ്പാർട്ട്മെന്റിൽ ഇഷ്ടമായൊരു സ്ഥലമുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് ഇയോൺ അവിടുന്ന് പോവാണ്. അന്ന് രാത്രി എല്ലാവരും നല്ലോണം കുടിക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ജെറിയുടെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യയും മകനും കൂടെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം എല്ലാം മേടിച്ചു വരികയാണ്. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ജെറി വിളിക്കുന്നുണ്ട്, എന്ന ഫോൺ എടുക്കണ്ടേ, അവൻ അടിച്ച് പൂസായി കിടന്നുറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇന്നലെ ജെറിയുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഒരു സുഹൃത്ത് ഓഫീസിൽ നിന്നും എന്തോ ഒരു കോള് വന്നപ്പോൾ വേഗം ഒരു ടാക്സി വിളിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. വണ്ടിയിൽ കയറിയപ്പോഴാണ് അവന്റെ ബാഗ് എടുത്തിട്ടില്ല എന്ന കാര്യം ഓർമ്മ വന്നത്. വേഗം തന്നെ വീണ്ടും ജെറിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഇയോൺ ഉണ്ടല്ലോ, അവൻ നോക്കുമ്പോൾ ഇവിടെ വെള്ളവും കാര്യങ്ങളും മര്യാദക്ക് വരുന്നില്ല. സോ എല്ലാ അപ്പാർട്ട്മെന്റിലും ഈ പ്രശ്നം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് എല്ലാ അപ്പാർട്ട്മെന്റിലും പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് ഫുഡെല്ലാം ഡെലിവറി ചെയ്യുന്ന ആ ഒരു ലേഡിയെ നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ, അവരുടെ അപ്പാർട്ട്മെന്റിൽ പോയിട്ടും വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആര് വന്നാലും വാതിൽ തുറക്കരുത് എന്ന് മകനോട് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വാതിലൊന്നും തുറക്കുന്നില്ല. ഇതേ നേരം തന്നെ അവിടെ നമ്മുടെ ജെറിയുടെ മകനെ കാണാണ്. അവനെന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, അമ്മ സാധനങ്ങൾ മേടിച്ചു വരുന്നുണ്ട്, അപ്പൊ ഒരു കവർ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാന്ന് പറയണം. ഇതേ സമയം പുറത്ത് നോക്കുകയാണെങ്കിൽ ജെറിയുടെ ഒരു കൂട്ടുകാരൻ ബാഗ് എടുക്കാൻ മറന്നല്ലോ. സോ ആ ഒരു ബാഗ് എടുത്ത് കാറിലേക്ക് വന്ന് കയറുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർ ഒന്ന് വേഗം അർജന്റാന്ന് പറയുമ്പോൾ സാർ ഒരു മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ കഥയുടെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ചെറുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന നിലത്തിൽ വിള്ളൽ വീഴുന്നുണ്ട് കേട്ടോ. അത് പിന്നീട് വളരെ വലുതായി വരികയാണ്. പിന്നീട് അവിടെ വല്ലാത്തൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ വലിയൊരു കുഴി പോലെയായിട്ട് ആ കുഴിയിലേക്ക് പതിയെ ഈ ഒരു വലിയ അപ്പാർട്ട്മെന്റ്, ഈ ഒരു ഫ്ലാറ്റ് അതങ്ങനെ താന്നു പോവാണ്. ആ കൂട്ടത്തിൽ കാറിലിരുന്ന ഈ ജെറിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും ഉണ്ടായിരുന്നു. അവന്റെ കാറും പതിയെ താഴോട്ട് പോകുന്നുണ്ട്. പേടിച്ച്
പേടിച്ചിട്ട് കാറിൽ നിന്ന് ഇവനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വരെ പറ്റുന്നില്ല. ഇതേ സമയത്തിന് ഈ വലിയ ഫ്ലാറ്റ് അതങ്ങനെ താഴോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ആ ഒരു വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്രഹ്മാണ്ഡമാണ്. ഭയങ്കര പേടി തോന്നിക്കും. സൗണ്ടോട് കൂടിയിട്ട് അതിന്റെ ചില വിഷ്വൽ ഞാൻ ഇവിടെ വെച്ച് തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതുപോലെ ആ ഒരു അപ്പാർട്ട്മെന്റ് താഴേക്ക് പോകുന്ന സമയത്ത് വല്ലാത്ത ഇളക്കവും കാര്യങ്ങളൊക്കെ കണ്ട് ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ചെറിയും ചാടി എഴുന്നേൽക്കാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് തിരിയുന്നില്ല. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മുടെ ഇയോണും ഉള്ളത്. സോ ആ അതിഭീകരമായിട്ടുള്ള കാഴ്ച നേരിട്ട് കാണുകയാണ് അവനിപ്പോ. എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു അപ്പാർട്ട്മെന്റ് അതങ്ങനെ താഴേക്ക് പോയി 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 ഒരു ഘട്ടത്തിൽ അത് സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു കുഴിയുടെ മുകളിലാണ് ഈ ഒരു ഫ്ലാറ്റ് ഈ ഒരു കമ്പനിക്കാരൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് ഇത് താഴേക്ക് വന്നപ്പോ അതിന്റെ കൂടെ തന്നെ ആ ഒരു കാർ ഉണ്ടല്ലോ, അതായത് ജെറിയുടെ ഫ്രണ്ട് അവനിരിക്കുന്ന ആ ഒരു കാർ അതും താന്ന് ഈ അപ്പാർട്ട്മെന്റിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ ഫ്രണ്ടിനെ തൽക്കാലം നമുക്ക് ജിയാന്ന് വിളിക്കാം. ഇതേ സമയം പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജെറിയുടെ വൈഫ് ഉണ്ടല്ലോ, അവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഹസ്ബൻഡ് അതുപോലെ തന്നെ മകൻ രണ്ടുപേരും ഇപ്പൊ ആ ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിലാണ്. കണ്ണ് കലങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരും അവന് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ കുഴിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഇയോൺ നിൽക്കുന്നുണ്ടല്ലോ. ഇയാൾ നോക്കി നിൽക്കെ ജിയാനുള്ള ആ ഒരു കാർ നേരെ ടെറസിന്റെ മുകളിലേക്ക് വന്ന് വീഴുകയാണ്. ബിൽഡിംഗ് ഇളകുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നുകൊണ്ട് തന്നെ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇയോൺ അപ്പുറത്തേക്ക് ഓടും. ആ സമയത്ത് കാർ അങ്ങോട്ടേക്ക് വരും, ഇയോൺ ഈ സമയത്ത് ഇപ്പുറത്തേക്ക് ഓടും. എന്തോ ആയത് രക്ഷപ്പെടാൻ പറ്റില്ലേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇയോൺ ആ ഒരു കാറിനെ തള്ളി അങ്ങോട്ട് വിടുകയാണ്. ഉള്ളിലുണ്ടായിരുന്ന ജിയാനാണെങ്കിൽ അല്ലറി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരണേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. എന്നാൽ സംഗതി സീരിയസ് ആണ് കേട്ടാ. കാർ താഴേക്ക് പോയിട്ട് നേരെ വീഴുന്നത് നമ്മുടെ ജെറിയുടെ ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്കാണ്. അപ്പൊ ആ ഒരു കാറും അതിന്റെ ഉള്ളിലിരിക്കുന്ന ജിയാനെയും കണ്ട് ജെറി ആകെ ഞെട്ടിപ്പോണ്. എന്താടാ അവിടെ നടക്കുന്നത്? നീ എങ്ങനെയാണ് കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? നീ അത് കാറുമായിട്ട് പുറക്കുകയാണോ? ഈ സമയത്താണ് ജെറിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവനാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാറിന്റെ പുറത്തേക്ക് അവൻ ഇറക്ക് രക്ഷിക്കുന്നു പറയുന്നുണ്ട്. പിന്നീട് ജെറി പോയിട്ട് കാറിന്റെ ആ ഒരു ഹാൻഡിൽ തുറക്കാൻ നോക്കുമ്പോൾ അതും ഒരു കയ്യിലേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒരു ബിൽഡിംഗ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണല്ലോ ഇയോൺ നിൽക്കുന്നത്. ഇയോൺ അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കുറച്ച് മണ്ണിടിഞ്ഞ് അവന്റെ മേത്തേക്ക് അങ്ങ് വീഴാണ്. ആ ഒരു മണ്ണിൽ അവൻ മൂടി പോകുന്നുണ്ട്. ഇതേ നേരം ജെറി ആണെങ്കിൽ ജിയാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും നടക്കുന്നില്ല. ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ലോക്കായി തോന്നുന്നു. ഈ സമയത്ത് എങ്ങനെയോ ജിയാന്റെ കൈ തട്ടി ഗ്ലാസ് അതൊന്ന് താഴുന്നുണ്ട്. എടാ മണ്ട കഴുത, ഇത്രയും നേരം ഇത് ചെയ്യാതെയാണോ? മര്യാദക്ക് ആ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും താത്ര. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വന്ന് പറയണം. അങ്ങനെ ജിയാനും ജെറി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ കുഴിയുടെ പുറത്ത് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഫയർ ഓഫീസേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്. ഈ താഴോട്ട് പോയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിലുള്ള ആൾക്കാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ഇവർക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കുറച്ച് ആൾക്കാർ വലിയ കയറ് കെട്ടിയിട്ട് താഴേക്ക് ഇറക്കാൻ ഇവർ തീരുമാനിക്കുകയാണ്. ഒരു 2-3 ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അധിക ദൂരം ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം രണ്ട് സൈഡ് കൂടിയും മണ്ണങ്ങനെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവനിൽ കൊതിയുള്ള ഒരു മനുഷ്യന് താഴോട്ട് പോകാൻ കഴിയുമോ? അവര് തിരിച്ചു കയറുകയാണ്. ഇതേ നേരം തന്നെ താഴെ ഉണ്ടായിരുന്ന ഇയോന്റെ ദേഹത്തേക്ക് മണ്ണ് വേണമല്ലോ. അപ്പൊ ആ ഒരു മണ്ണെല്ലാം മാറ്റി ഒരു വിധത്തിൽ അവൻ തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയപ്പോൾ രാത്രി ആയതുപോലെ അങ്ങ് ആകാശത്ത് അമ്പിളിമാമനെയും കാണുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ആകാശമല്ല അമ്പിളിമാമനുമല്ല, ഈ കുഴിയിലേക്ക് ഇവരങ്ങ് വന്ന് വീണല്ലോ. എത്രയോ ആഴത്തിലേക്കാണ് വന്ന് വീണത്. ഒരുപാട് മുകളിലായിട്ട് ആ ഹോള്, അതാണ് ഒരു അമ്പിളിമാമനെ പോലെ ഇപ്പൊ ഈ ഒരു ഇയോൺ കാണുന്നത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ അതിന്റെ ആ ഒരു ഭീകരത, എത്രത്തോളം ആഴത്തിലാണ് ഇവർ ചെന്ന് വീണത് എന്ന്. ഇതിനുശേഷം ഇയോൺ നിൽക്കുന്ന ആ ഒരു ഫ്ലോർ അത് തകർന്ന് ഇവൻ താഴേക്ക് വീഴുകയാണ്. നേരെ ചെന്ന് വീഴുന്നത് ജെറിയുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. ആ സമയത്ത് ജെറി ആണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ മകൻ എവിടെ പോയി, ഭാര്യ എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട സമയത്ത് ഇയോൺ പറയാണ്, നീ പേടിയൊന്നും വേണ്ട, നിന്റെ മകൻ താഴെ ആ ഒരു ലിഫ്റ്റിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവും, അവൻ സേഫ് ആണെന്ന് പറയണം. ഇത് കേട്ടപ്പോഴാണ് ജെറിക്ക് സമാധാനമായത്. അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഇതേ നേരം തന്നെ ഇയോൺ ആകെ പേടിച്ച് ചാടി എഴുന്നേൽക്കാണ്. അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടുകയാണ്. ഇപ്പൊ ജെറിയും അതുപോലെ തന്നെ അവന്റെ സുഹൃത്തുക്കളും ഈ ഇയോന്റെ കൂടെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്ന പാട് തന്നെ കുറച്ച് ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ളവർ ചോദിക്കണം, ഇവനെന്താ പ്രാന്തായോ? എല്ലാവരും പെട്ടുകിടക്കുന്ന സമയത്ത് ഇവനെന്താ ഷൂ നോക്കുകയാണോ? ആ സമയത്താണ് ഇയോൺ ഒരു കാര്യം പറയുന്നത്, എന്റെ മകന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷൂ ഉണ്ട്, അതെന്തായാലും ഇവിടെ കാണാനില്ല, മിക്കവാറും അതിട്ടുകൊണ്ട് അവൻ പുറത്തു പോയിട്ടുണ്ടാവും. എന്റെ മകനും സേഫാണ്. അങ്ങനെ കുറച്ചു നേരം ഇവരെല്ലാവരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ജെറിയുടെ സുഹൃത്ത് ആ ഒരു പെണ്ണുണ്ടല്ലോ സൂസി, സൂസി കിടന്ന് നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ ഞാൻ ഇവിടെ പെട്ടുപോയല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ട് ആ ദൈവമേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഇയോൺ പറയാണ്, ഇതെല്ലാം നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണെന്ന് ഞാൻ പറയുള്ളൂ. അത് കേട്ട് അവര് ചോദിക്കാണ്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ കാശും തന്നിട്ട് നേരെ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോയായിരുന്നെങ്കിൽ ഇതുപോലെ പെടണ്ടായിരുന്നല്ലോ. എന്നിങ്ങനെ ഇയോൺ ചോദിക്കുന്ന സമയത്ത് ജിയാൻ ഉണ്ടല്ലോ ചെറിയ നോക്കിയിട്ട് പല്ലിങ്ങനെ കടിക്കുന്നുണ്ട്. കള്ള പന്നി, നീ കാരണമാണ് അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് അവന്റെ തെറി കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ജെറി ചെവിയും മുത്തി അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. ആ ആളെ കണ്ട് ഇയോൺ ഞെട്ടിപ്പോകുന്നുണ്ട്. മറ്റാരുമല്ല, ഇയോന്റെ മകനായിട്ടുള്ള ജോ. എടാ നീ പുറത്തു പോയിട്ടില്ല? അപ്പോ ഇല്ലാച്ചാ, ഞാനിപ്പോ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ചെറുക്കൻ, ഞാൻ വിചാരിച്ചു നീ സേഫ് ആണെന്ന്. എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയത്ത് ജോ
പറയണ അച്ഛാ അച്ഛാ ഒന്ന് വിട്. തൽക്കാലം നമ്മളിങ്ങനെ പേടിച്ച് ഇമോഷണലായി നിൽക്കാതെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ലൈറ്റ്, കയറ്, ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേഗം നമ്മൾ സംഘടിപ്പിക്കണം. ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും ഇവിടെ ജീവനോടുണ്ട്, ഈ കാര്യം മുകളിലേക്ക് അറിയിക്കണം. സോ ഇത് കേട്ട സമയത്ത് എല്ലാവരും പറയാണ് ചെറുക്കം കൊള്ളാലോ. ഈ സമയത്തും കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ഇയോണ് സന്തോഷമാണ്. അവൻ എന്റെ മോനാണേ. അടുത്ത സീനിൽ മേലെയാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും റെസ്ക്യൂ ടീം. അവർ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജെറിയുടെ ഭാര്യ, അതുപോലെ തന്നെ അവർ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ലേഡി ഉണ്ടല്ലോ, അവരൊക്കെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ലേഡിയുടെ മകനും താഴെയുണ്ടേ പെട്ടുകിടക്കുകയാണ്. അപ്പൊ ഇവരുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ റെസ്ക്യൂ ടീമിന്റെ ആ ഒരു ഹെഡ് പറയുന്നുണ്ട്, മാഡം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടെ ഒന്ന് കോർപ്പറേറ്റ് ചെയ്ത് നിൽക്ക്. ആദ്യം ഞങ്ങൾക്ക് താഴെ ആരൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു ലിസ്റ്റ് അത് നമുക്ക് കിട്ടണം. സോ നിങ്ങളെല്ലാം ഒന്ന് കാമായിട്ട് ആ ഒരു കാര്യം, ആ ഒരു ഡീറ്റെയിൽ ഞങ്ങൾക്ക് കൊണ്ടാന്ന് പറയണം. ഇതേ നേരം താഴെ കാണിക്കുകയാണ് പാവം ചെറി ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരനായിട്ടുള്ള ജിയാൻ വന്നിട്ട് എന്താടോ എന്തെങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്ത് ചെറി പറയണം, എടാ 15 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ വീട്, അത് 2 സെക്കൻഡ് കൊണ്ട് ഈ കൊലത്തിലായല്ലോ. ഇതേ സമയത്തിന് ജിയാൻ പറയണം, എന്റെ പൊന്നു സാറേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അതൊന്നും സാധിക്കാനെങ്കിലും പറ്റിയല്ലോ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. സോ വീട് എന്നുള്ളത് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഇവരെല്ലാവരും സംസാരിക്കുകയാണ്. ശരിയല്ലേ? സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമായിരിക്കും. കാരണം അവിടെ കിട്ടുന്ന സമാധാന സന്തോഷം അത് ലോകത്തിൽ എവിടെ പോയാലും കിട്ടില്ല. ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് ഇയോൺ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് അത് കത്തിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ നേരത്താണ് മഴ പെയ്യുന്നത്. ആ മഴയിലെ വെള്ളം മുഴുവൻ ഈ കുഴിയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇയോൺ കത്തിക്കാൻ നോക്കി ആ സംഭവമൊക്കെ ആകെ കെട്ടുപോവാണ്. ഇവിടെ കട്ട് ചെയ്ത് വീണ്ടും മുകളിൽ കാണിക്കുകയാണ്. അവിടെ റെസ്ക്യൂ ടീമും കാര്യങ്ങളൊക്കെ പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം അതങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് വലിയൊരു ജോലിയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊന്ന് സഹകരിക്കണം എന്ന് പറയണം. ഇപ്പൊ സീൻ കട്ടായി അടുത്ത സീനിൽ വീണ്ടും താഴെ കാണിക്കുകയാണ്. നേരത്തെ ഇയോൺ എന്തോ ഒന്നിന് വേണ്ടിയിട്ട് തീ കത്തിക്കാൻ നോക്കിയില്ലേ, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും ഇത് വേവിച്ച് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ലെഗ് പീസ് അത് നമ്മുടെ ചെറിയ എടുത്തായത് അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതൊന്നൊരു പീസ് നേരെ പറിച്ചെടുത്ത് ഇയോൺ അവന്റെ മകൻ ജോയിക്ക് കൊടുക്കണം. കള്ളപ്പന്നി ഒരു ലെഗ് പീസ് കടിക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴേക്ക് അവൻ അത് എടുക്കുകയും ചെയ്തു. രണ്ടുപേരും എങ്ങനെ നോക്കിയാലും ഒക്കൂലെന്നാ തോന്നുന്നത്. ഇതിനുശേഷം വീണ്ടും ചെറിയ അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആകെ നാശമായി പോയി. എടോ ഇവിടുന്ന് പുറത്തു പോയാൽ അതൊക്കെ ഒന്ന് മേടിക്കാനല്ലേ ഉള്ളൂ. എന്ത് മേടിക്കാൻ, എവിടെ വെക്കാൻ, അത് വെക്കാൻ ഒരു വീട് വേണ്ടേ. അങ്ങനെ അവരങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇയോൺ ഉണ്ടല്ലോ ജിയാനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ വിവാഹം ഒന്നും കഴിച്ചില്ലേ? ഫാമിലിയൊക്കെ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ജിയാൻ പറയാണ്, വിവാഹമോ, സ്വന്തമായിട്ട് കിടക്കാൻ ഒരു സ്ഥലമില്ല. ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും, ആര് പെണ്ണ് തരും? അതൊക്കെ ഒരു ഭാഗ്യം. നമ്മുടെ ബോസിനെ കണ്ടില്ലേ, ഒരുപാട് വലിയ പൈസ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്താണ് ഈ അപ്പാർട്ട്മെന്റ് മേടിച്ചത്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഇയോൺ ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ചെന്നോ? ഓ ജെറി സാറേ, അപ്പൊ നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലേ എന്ന ഭാവത്തിൽ ജെറി അങ്ങനെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഇയോണെ നിങ്ങൾ എത്ര കാശ് കൊടുത്ത ഇത് മേടിച്ചു ചോദിക്കുമ്പോൾ സാറേ അങ്ങനെയൊന്നുമില്ല, നിങ്ങളെപ്പോലെ മേടിക്കാനുള്ള ആവതൊന്നും ഞങ്ങൾക്കില്ല, ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ജോലിക്ക് നിൽക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വാടക കൊടുക്കുന്നു, അത്ര തന്നെ. പക്ഷേ ഈ സാധനം തകർന്ന് താഴേക്ക് പോയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, കാരണം ഇതെന്റെ സ്വന്തം വീടല്ലല്ലോ. ഇതും തമാശയാക്കിയിട്ട് അവൻ അങ്ങനെ ചിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ചെറുതായിട്ടൊരു ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ തീയൊന്ന് കാണണല്ലോ. അതിനായിട്ട് നമ്മുടെ ജെറിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെയർ ഉണ്ട്, അത് തല്ലിപ്പൊളിച്ചാണ് കത്തിക്കുന്നത്. എന്തായിരിക്കും ജെറിയുടെ അവസ്ഥ? സോ താഴെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതേ നേരം മേലെ നോക്കുകയാണെങ്കിൽ താഴെ ആൾക്കാർ ജീവനോട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഡ്രോൺ പതിയെ ഇവർ താഴേക്ക് ഇറക്കുന്നുണ്ട്. എന്നാൽ സിഗ്നൽ നഷ്ടപ്പെട്ട ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ, അത് നേരെ താഴേക്ക് വന്ന് വീഴാണ്. വീണത് ഇയോന്റെ മകനായിട്ടുള്ള ജോയുടെ മുന്നിൽ. പക്ഷെ ഇത് കണ്ട പാടിന് ജോയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ. നമ്മളെ രക്ഷിക്കാനായിട്ട് ടീം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് കേട്ട പാട് ഇവരെല്ലാവരും ഉറങ്ങുമായിരുന്നു കേട്ടോ. ചാടി എഴുന്നേൽക്കാണ്, രക്ഷിക്കാൻ ടീം വന്നോ, സാറേ സാറേ രക്ഷിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. എന്നാൽ നോക്കുമ്പോൾ അച്ഛ വെറുതെ നിലവിളിക്കല്ല, ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഡ്രോൺ മാത്രമാണ്. ഇവരിപ്പോ ആ ഒരു ഡ്രോണിലേക്ക് നോക്കിയിട്ട് സാറേ ഇതാരെയും കാണുന്നുണ്ടോ, ഞങ്ങളെ രക്ഷിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് ഇവര് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. അങ്ങനെ തുള്ളിച്ചാടുന്ന സമയത്ത് ചെറിയൊരു ഇളക്കം ആ ഒരു ബിൽഡിംഗിൽ വരികയാണ്. ജോ പറയുന്നുണ്ട്, ഒന്ന് അടങ്ങിയിരിക്കും, ഓൾറെഡി വലിയൊരു അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇനിയും ഈ ഒരു ബിൽഡിംഗ് താഴേക്ക് പോകും. പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു അനക്കം വന്നതുകൊണ്ട് വീണ്ടും ബിൽഡിംഗ് ചെറുതായിട്ടൊന്ന് താഴുന്നുണ്ട്, എന്നിട്ട് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ബാലൻസ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി വീഴുകയാണ്. ഫിസിക്കലി ഇയോൺ നല്ല സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ മകനെയും പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവൻ അവിടെ സേഫ് ആക്കി നിർത്തുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സേഫ് ആയി നിൽക്കുന്നുണ്ട്. എന്നാൽ ജിയാനാണെങ്കിൽ തെമ്പത്തേക്ക്, അതായത് അതിന്റെ ആ ഒരു അരികിലേക്ക് പോയിട്ട് താഴേക്ക് വീഴാൻ നിൽക്കുകയാണ്. ആർക്കും അങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്താൻ പോകാൻ പറ്റുന്നില്ല. പോയിട്ടുണ്ടെങ്കിൽ തന്നെ കാല് തന്നെ അവരും താഴേക്ക് പോകും. ഇവിടെ വെച്ച് നമ്മുടെ സൂസി ഉണ്ടല്ലോ, അവളൊരു കാര്യം ചെയ്യാണ്, ഞാൻ നിന്നെ രക്ഷിക്കാണെന്ന് പറഞ്ഞിട്ട് ചാടി വരികയാണ്. അവൾക്ക് ഇച്ചിരി വെയിറ്റ് കുറവാണ്. സോ കല്ലെല്ലാം വരുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ എടുത്ത് ചാടി നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കയറുണ്ട്, ആ കയർ ഊരിയിട്ട് നേരെ ജിയാൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് അവന് വലിച്ചു കയറ്റാൻ നോക്കുമ്പോൾ സുസിക്ക് പറ്റുന്നില്ല. ഈ ജിയാൻ അത്യാവശ്യം വെയിറ്റ് കൊണ്ട് മാത്രമല്ല ചെരിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇതേ നേരം തന്നെ സകല ധൈര്യം സംഭരിച്ച് ചെറിയും വരികയാണ്. അവനും ആ ഒരു കയർ പിടിക്കുന്നുണ്ട്, വലിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൻ വന്നിട്ട് ശരിയാവുന്നില്ല. സോ ഇയോൺ കൂടെ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറ് വലിച്ച സമയത്ത് താഴേക്ക് വീഴാൻ പോയ ജിയാൻ മുകളിലേക്ക് അങ്ങനെ പതിയെ പൊന്തി വന്ന് ഇപ്പൊ ഏകദേശം സൂസി
ജോസിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേരും അവിടുന്ന് മുഖത്തോട് മുഖം നോക്കി നിൽക്കാണ്. റൊമാൻസ് നല്ല രീതിയിൽ ഇവിടെ വെച്ച് വർക്കാവുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇയോൺ പറയാണ്, പൊന്നു മക്കളെ നിങ്ങളുടെ റൊമാൻസ് ഒക്കെ മുകളിലേക്ക് പോയിട്ട് ചെയ്യുക, ആദ്യം എന്നെ വന്ന് രക്ഷിക്കുമെന്ന് ഇയോൺ പറയുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഒരു കയറ് പൊട്ടിപ്പോവാണ്. പാവം ഇയോൺ പിന്നിലേക്ക് വീഴുന്നുണ്ട്. എന്നാൽ അവിടെ കുഴിയായിരുന്നില്ല, ഈ മഴയത്ത് ചളിയും കാര്യങ്ങളൊക്കെ വന്നു വീണ് അതങ്ങനെ കട്ടിയിൽ കിടക്കുകയായിരുന്നു. ആ ചളിയിലേക്കാണ് ഇയോൺ ചെന്ന് വീഴുന്നത്. പതിയെ പതിയെ അതിനുള്ളിലേക്ക് അവൻ അങ്ങനെ താന്നു പോവാണ്. ഇത് കണ്ട സമയത്താണ് ഇയോന്റെ മകൻ അങ്ങോട്ടേക്ക് ചാടി ഓടി വരുന്നത്. ചെറുക്കൻ അധികമൊന്നും അച്ഛനോട് സംസാരിക്കാറില്ല. എന്നാൽ ഇവിടെ വെച്ച് ഇയോണ് മകന്റെ ആ ഒരു സ്നേഹം മനസ്സിലാവാണ്. അച്ഛാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഇവരൊരു കയറ് താഴേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നാൽ ആ കയറ് പിടിച്ചിട്ടും ഇയോണിന് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. അത്യാവശ്യം ആ ഒരു ചളിയിൽ നല്ല രീതിയിൽ തന്നെ ഇയോൺ ട്രാപ്പായി നിൽക്കുകയാണ്. അവനിങ്ങനെ താഴോട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും ഇയോൺ സമ്മതിക്കുന്നില്ല കേട്ടോ. നീ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരരുത്, എന്റെ വിധി ഇതാണെങ്കിൽ ഇങ്ങനെ നടക്കട്ടെ. ബാക്കിയുള്ളവരും അവന് വിടുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ അച്ഛനോടുള്ള ആ ഒരു സ്നേഹം അവൻ കാണിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, ഞാൻ രക്ഷിക്കാൻ വരുന്നു പറഞ്ഞിട്ട് എടുത്തങ്ങോട്ട് ചാടുകയാണ്. പാവഞ്ചോ അവനും ആ ഒരു ചളിയിൽ താഴേക്ക് താന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ഇയോൺ പറയുന്നുണ്ട്, മോനെ നീ എന്തിനാണ് എടുത്ത് ചാടിയത്? എനിക്ക് എന്തായാലും പ്രായമായതല്ലേ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരായിരുന്നു. പക്ഷെ നിന്നെ ഞാൻ മരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ തല മുകളിലേക്ക് അങ്ങനെ പൊക്കി പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ ഇയോൺ പറയുന്നുണ്ട്, മോനെ എനിക്ക് നിന്നെ നല്ല രീതിയിൽ നോക്കാനേ പറ്റിയിട്ടില്ല, മോനെ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നത്. ഈ സമയത്ത് ജോ പറയുന്നുണ്ട്, അച്ഛ ഒന്നും മിണ്ടാതിരിക്കുക. ഇപ്പൊ മുകളിലുള്ള ജെറി അതുപോലെ തന്നെ ജിയാൻ സൂസി 3 പേരും ഇവരെ 2 പേരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാര്യമൊന്നും നടക്കുന്നില്ല. 2 പേരും ചളിക്കുള്ളിലേക്ക് താന്ന് പോവാണ്. ഇവിടെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് 3 പേർക്കും മനസ്സിലാവുന്നില്ലല്ലോ. പെട്ടെന്നാണ് ജെറിക്ക് അവന്റെ മൈൻഡിൽ ഒരു ഐഡിയ തോന്നുന്നത്. ഒരു 2 ഫ്ലോർ താഴേക്ക് അവൻ വേഗം ഇറങ്ങി വരികയാണ്. പിന്നീട് അവിടെ തന്നെ വലിയൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് ഒരു ചെയർ വെച്ച് അടിച്ച് പൊളിച്ച് കളയാണ്. കാരണം ഈ ഭാഗത്തെല്ലാം ആ ഒരു ചളിയാണ്. അപ്പൊ ആ ഒരു ഗ്ലാസ് പൊട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് ആ ഒരു ചളി ഇറങ്ങി വരുന്നുണ്ട്. ഇയോണും അതുപോലെ തന്നെ മകനായിട്ടുള്ള ജോയും ആ ഒരു ചളിയിലേക്ക് താന്നു പോയല്ലോ. അവർ ഇതുപോലെ ഈ ഒരു ചളിയിലൂടെ ഈ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് വന്ന് വീഴുകയാണ്. 2 പേർക്കും ആ ഒരു സമയത്ത് ബോധമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു ജീവൻ അത് തിരിച്ചെടുക്കാൻ വരും. അതായത് കണ്ട അന്ന് മുതൽ തന്നെ ഇയോണും ചെറിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കോർത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കണ്ടോ, അതാണ് ചില മനുഷ്യരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതേ നേരം തന്നെ താഴേക്ക് ഒരു ഡ്രോൺ വന്ന് വീണായിരുന്നല്ലോ, അതിൽ സിഗ്നൽ വരികയാണ്. പെട്ടെന്ന് അത് മുകളിലേക്ക് പൊന്തി പോകുന്നുണ്ട്. അതിൽ ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇപ്പൊ മുകളിലുള്ള റെസ്ക്യൂ ടീമിന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നേരത്തെ ഡ്രോൺ വന്ന് വീണ സമയത്ത് ജെറിയും കൂട്ടുകാരും എല്ലാവരും കൂടെ അത് പിടിച്ചിങ്ങനെ കരഞ്ഞായിരുന്നല്ലോ. സോ ആ ഒരു വിഷ്വൽ മുഴുവൻ ഇവർക്ക് കാണാൻ കഴിയാണ്. അപ്പൊ കുറച്ച് പേര് താഴെ ജീവനോട് ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. 1.5 ദിവസമായി ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ മുഴുവൻ മീഡിയാസും ഇവിടെയാണ്. പബ്ലിക്കലി ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. സോ കുറച്ച് ആൾക്കാർ എന്തായാലും അവിടെ സർവൈവ് ആയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പക്ഷേ ഏത് രീതിയിൽ രക്ഷപ്പെടുത്തും? താഴേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ എത്രയോ ആഴത്തിലാണ് ആ ഒരു ബിൽഡിംഗ് പോയി കിടക്കുന്നത്. അപ്പൊ ചുറ്റുമുള്ള അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചില കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സയന്റിസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും, അതിനു മുന്നേ അവിടുത്തെ ആ ഒരു ഗ്രാവിറ്റിയിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തണം. സോ അതിനായിട്ടൊരു പ്ലാൻ ഈ ഒരു സയന്റിസ്റ്റ് പറയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചുറ്റുമുള്ള 2-3 അപ്പാർട്ട്മെന്റ് അത് നശിപ്പിച്ച് കളയണം, അതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് എല്ലാവരും നോ പറ്റില്ല എന്ന് തന്നെ പറയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടെ ജെറിയുടെ ഭാര്യയുണ്ട്. ജെറിയുടെ ഭാര്യയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു വീടുണ്ടാക്കാൻ എത്ര വർഷത്തെ കഷ്ടപ്പാടുണ്ട്. സോ ആ ഒരു ഫീൽ നല്ലോണം മനസ്സിലായ ആളാണ് ജെറിയുടെ ഭാര്യ. അതുകൊണ്ട് ഇവരൊക്കെ നോ എന്ന് പറയുമ്പോൾ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലാന്നേ. സോ അവരിപ്പോ ഭയങ്കര സങ്കടത്തിൽ അവിടുന്ന് തിരിച്ചു പോകണം. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ഒരു പ്രായമായിട്ടുള്ള ആള് എഴുന്നേൽക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു, അങ്ങനെ മേടിച്ചതാണ് എന്റെ വീട്. ഇനിയും എന്റെ ലൈഫിൽ 20 വർഷം വരുമായിരിക്കും. പക്ഷെ അവിടെ കിടക്കുന്ന ആ ജീവനെ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, അത് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്റെ വീട് തരാൻ എനിക്ക് സമ്മതമാണ്. അപ്പാപ്പൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഓരോ ആൾക്കാരായിട്ട് പതിയെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ആൾക്കാരുടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അധികം വൈകാതെ ആ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അധികം വൈകാതെ അതെന്താണെന്ന് നമുക്ക് കാണാം. പിന്നീട് വേഗം തന്നെ ഈ താഴെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ അതുപോലെ തന്നെ ഭക്ഷണം ഇതെല്ലാം ഒരു പാരച്യൂട്ടിൽ പതിയെ താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരോട് സംസാരിക്കാനായിട്ടുള്ള ഒരു വയർലെസ് സിസ്റ്റവും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ അടുത്ത പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നല്ലൊരു മഴ ഇനിയും പെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിൽ ആ ഒരു വെള്ളം എല്ലാം ഡയറക്റ്റ് ആയിട്ട് കുഴിയിലേക്ക് പോകും. അതിന് പുറമെ കുഴിയിൽ വെള്ളം നിറഞ്ഞാൽ അടിയിൽ നിന്നും വെള്ളം പൊന്തും. അത് സിറ്റുവേഷൻ കുറച്ചുകൂടെ വേസ്റ്റ് ആക്കാനേ സാധ്യതയുള്ളൂ. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ നമ്മുടെ ഇയോണിനെയും മകനായിട്ടുള്ള ജോയും കാണിക്കണം. രണ്ടുപേരും വല്ലാത്തൊരു ശോകത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും റെസ്ക്യൂ ടീം അയച്ച ആ ഒരു പാർസൽ അത് ഇവർക്ക് കിട്ടുകയാണ് കേട്ടോ. അതിൽ ഓക്സിജനും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരെയും വിളിച്ച് ഈ ഒരു കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും പുറമെ അതിലൊരു സാറ്റലൈറ്റ് ഫോണും ഉണ്ടായിരുന്നു. സോ അത് വേഗം ഇവർ ഓൺ ആക്കുകയാണ്. അപ്പൊ തന്നെ അതിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് ആ ഒരു റെസ്ക്യൂ ടീം ആയിരുന്നു. അപ്പൊ താഴത്തെ കാര്യങ്ങളൊക്കെ അവർ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം സമ്മതം ചോദിച്ചുകൊണ്ട് ജെറിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ജെറിയോട് സംസാരിക്കുകയാണ്. ജെറി നമ്മുടെ മോൻ ജീവനോട് അവിടെ ഉണ്ടോ? അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ അപ്പൊ മുകളിൽ അവൻ ഇല്ലേ ചോദിക്കുമ്പോൾ ഇല്ല, താഴെ തന്നെ ആ ഒരു ബിൽഡിങ്ങിലാണ്. ഇത് കേട്ട സമയത്ത് ജെറി വല്ലാണ്ട് ഷോക്കായി പോവാണ്. അതായത് ഇയോൺ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ജെറിയുടെ മകൻ പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ആശ്വാസത്തിലായിരുന്നു ജെറി ഇത്രയും നേരം. എന്നാൽ ഇപ്പോഴാണ് ജെറിയുടെ മകനും ഇവിടെ പെട്ടുകിടക്കുക എന്നുള്ള വിവരം അറിയുന്നത്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു
2-3 ഫ്ലോർ താഴെ കാണിക്കുകയാണ്. അവിടെ തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയി കിടക്കാണ് ജെറിയുടെ മകൻ. അമ്മയെ വിളിച്ച് അവനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് വേറൊരു കുട്ടി അവൻ കാണുന്നുണ്ട്. ചേട്ടാ ചേട്ടാ എന്നെ രക്ഷിക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ആ കാറും തുറന്ന് ജെറിയുടെ മകൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു വലിയ പൈപ്പിന്റെ ഉള്ളിലൂടെ അവനങ്ങനെ പോകുന്നുണ്ട്. ഇനി അവൻ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ കണ്ടതാണോ അല്ലെങ്കിൽ അത് വെറും അവന്റെ ഇലൂഷൻ ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജെറിയുടെ മകൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അധികം വൈകിയില്ല, വലിയൊരു പാറ വന്ന് ആ കാറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ചെറുക്കൻ ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാം. ഇതേ സമയത്തിന് ആ വലിയ പൈപ്പിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടല്ലോ. എന്നാൽ പെട്ടെന്നുണ്ടായിരുന്ന ആ ഇളക്കത്തിൽ പൈപ്പിന്റെ 2 ഭാഗവും മോടിപ്പോവാണ്. ഇതേ നേരം തന്നെ മുകളിൽ നിന്നും ആ ഒരു റെസ്ക്യൂ ടീം ഇവരെ വീണ്ടും കോൺടാക്ട് ചെയ്യാണ്. നമുക്ക് അധികം നേരമില്ല, അവിടെ ആരൊക്കെ സർവൈവ് ആയിട്ടുണ്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തണം. കാരണം നമുക്കിനി അധികം സമയമില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്നും വെള്ളം പൊന്താനുള്ള നല്ല സാധ്യതയുണ്ട്. വളരെയധികം കൂടുതലായിട്ട് ചളിയും വീഴാനുള്ള സാധ്യതയുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുക, അവരുമായിട്ട് തയ്യാറായി നിൽക്കുക. ഞങ്ങളുടെ ഒരു ടീം അങ്ങോട്ടേക്ക് അധികം വൈകാതെ എത്തും. പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ഇനി ആരൊക്കെ ഈ ഒരു ബിൽഡിംഗിൽ ജീവനോടെ ഉണ്ട് ആ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് റിസ്ക് എടുക്കുകയാണ്. ഈ ലിഫ്റ്റിന്റെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, സോ അതിലൂടെയൊക്കെ താഴെ ഇറങ്ങാന്ന് തീരുമാനിക്കുന്നുണ്ട്. ഒരു കയറ് കെട്ടിക്കൊണ്ട് ഇപ്പൊ ജെറി താഴേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്തിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റെസ്ക്യൂ ടീമിന്റെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ, വലിയൊരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ അയാൾക്ക് നിൽക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. സോ അതിൽ വലിയൊരു എന്താ പറയാ വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് പതിയെ പതിയെ കുഴിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് വീണ്ടും മറ്റൊരു വലിയ അപകടം ഉണ്ടാകുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഇത് തകർന്നങ്ങോട്ട് വീഴുകയാണ്. നേരെ ചെന്ന് വീഴുന്നത് ഈ കുഴിയുടെ മുകളിലേക്ക്. അങ്ങനെ ആ ഒരു ബിൽഡിംഗ് തല കീഴായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ റെസ്ക്യൂ ടീമിന്റെ ഹെഡ് ആണെങ്കിൽ എങ്ങനെയോ ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാം. അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബിൽഡിംഗും ഒരു ഘട്ടത്തിൽ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ടീമിന്റെ ആ ഒരു ബിൽഡിംഗിന്റെ മുകളിലേക്കാണ്. സോ അങ്ങനെ ഒരു ഫോഴ്സ് മുകളിൽ വന്ന് അടിക്കുമ്പോൾ അതിന്റെ എഫക്ട് എന്തായാലും ആ ഒരു ബിൽഡിംഗിൽ ഇല്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു എഫക്ട് ഉണ്ടായി. എല്ലാവരും പേടിച്ചു പോവാണ്. ബിൽഡിംഗ് കിടന്ന് ഇളകുന്നുണ്ട്. ഇതിനിടയിൽ കയറും കെട്ടി ആ ലിഫ്റ്റിന്റെ സ്പേസിലൂടെ താഴോട്ട് പോകുന്ന ചെറിയുടെ ആ ഒരു കയറ് അത് പൊട്ടുകയാണ്. അവൻ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ഒരുപാട് താഴ്ചയിലേക്കൊന്നും അവൻ ചെന്ന് വീണില്ല കേട്ടോ. കാരണം തൊട്ട് താഴെ തന്നെയായിരുന്നു ആ ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ സേഫ് ആണ്. എന്നാൽ കയറ് കെട്ടി അവനെ താഴേക്ക് ഇറക്കിയ ചെറിയുടെ കൂട്ടുകാരുണ്ടല്ലോ, ജിയാൻ അതുപോലെ തന്നെ സൂസി, ഇവര് രണ്ടുപേരും അവരുടെ മിസ്റ്റേക്ക് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് താഴെ വീണ് രക്ഷപ്പെട്ട ജെറി ആണെങ്കിൽ പതിയെ പതിയെ അങ്ങോട്ടേക്ക് നടന്നു നോക്കുമ്പോൾ അവന്റെ മകൻ പെട്ടുകിടന്ന ആ ഒരു കാറുണ്ടല്ലോ അതിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല കാറിന്റെ മുകളിലേക്ക് നോക്കിയ സമയത്ത് വലിയൊരു കല്ല് അതിന്റെ മുകളിൽ വീണ് കിടക്കുകയാണ്. വല്ലാത്തൊരു ഭയത്തിൽ ജെറി മകനെയും വിളിച്ച് അതിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് മകന്റെ വിളി കേൾക്കുകയാണ്. അതായത് ആ ഒരു പൈപ്പിന്റെ ഉള്ളിൽ നിന്നും വേഗം തന്നെ അവിടുത്തെ ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ മാറ്റി ജെറി ഇപ്പോൾ മകനെ രക്ഷപ്പെടുത്തുകയാണ്. ഇതേ നേരം തന്നെ അതിലൂടെ നോക്കുമ്പോൾ മെഴുകുതിരിയും പിടിച്ച് നിൽക്കുന്ന ഒരു മുത്തശ്ശിയെ കാണുകയാണ്. സോ പതിയെ പതിയെ അങ്ങോട്ടേക്ക് അവർ ചെന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കഥയുടെ ആരംഭത്തിൽ ഒരു മുത്തശ്ശിയും അതുപോലെ തന്നെ അവരുടെ മകനെയും കണ്ടായിരുന്നല്ലോ, അവർക്ക് ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നതൊക്കെ. സോ ആ ഒരു മുത്തശ്ശിയാണിത്. അവരുടെ മകനാണെങ്കിൽ തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുകയാണ്. മാത്രമല്ല ഈ മുത്തശ്ശി ഉണ്ടല്ലോ അവിടെ ഒരു ടെന്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന പറയാണ്. ഇവർ രണ്ടുപേരും അതായത് ചെറിയ മകനും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഡെലിവറി എല്ലാം ചെയ്യാൻ പോകുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയുടെ മകൻ അതിന്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. നേരത്തെ ചെറിയുടെ മകൻ കണ്ടതും ഇതേ കുട്ടിയാണ്. ചിലപ്പോ ഈ ഒരു കുട്ടിയുടെ ആത്മാവ് ചെറിയുടെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് വന്നതായിരിക്കണം. കാരണം ആ ഒരു തോന്നല് ചെറിയുടെ മകന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണല്ലോ കാറിന്റെ പുറത്തേക്ക് വന്നതും അവൻ രക്ഷപ്പെട്ടതും. അല്ലെങ്കിൽ ആ ഒരു പാറയുടെ അടിയിൽപ്പെട്ട് അവൻ മരിക്കേണ്ടതായിരുന്നില്ലേ? എന്തായാലും മകനെയും കൂട്ടി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശിയോടും വരാൻ പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി പറയാണ്, ഇനി എനിക്കൊന്നും എന്റെ ലൈഫിൽ ബാക്കിയുള്ള മോനെ, എന്നെയും കൊണ്ട് എന്തായാലും നിനക്ക് മുകളിലേക്ക് പോകാനും പറ്റില്ല. അത് നിങ്ങൾക്ക് അപകടേ വരുള്ളൂ. അതുകൊണ്ട് എന്റെ മകന്റെ കൂടെ ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു പറയാണ്. മാത്രമല്ല പോവാൻ നേരത്ത് ഡെലിവറി എല്ലാം ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരുടെ മകൻ ഇവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അവന്റെ ബോഡി ചെറി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മുത്തശ്ശി പറയണ, മോനെ അതൊന്നും ചെയ്യണ്ട, തൽക്കാലം അവന്റെ മുടിയുടെ ഒരു കഷ്ണം കൊണ്ടുപോകും, അവന്റെ അമ്മയ്ക്ക് ഈ കാര്യം കൊടുക്കുമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ആ ഒരു പൈപ്പിലൂടെ ചെറി മകനെയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് പതിയെ പതിയെ ഓരോ കമ്പിയും പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ ആ ഒരു ശബ്ദം മുകളിലുള്ള ജിയാൻ, സൂസി, ഇയോൺ ഇവരൊക്കെ കേൾക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മുടെ ചെറി മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ചെറിയ കണ്ടപാട് ഇയോണ് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എടാ പന്നി, നീ ചത്തുന്നാ ഞാൻ കരുതിയത്, ഇപ്പോഴാ സമാധാനമായത്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തുകൊണ്ടിരുന്ന ആൾക്കാരാ, പക്ഷേ അവരുടെ ഇടയിൽ ആ ഒരു സ്നേഹം അതെന്താ നോക്കിയപ്പോ പിന്നീട് ഇവരെല്ലാവരും കൂടെ ആ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. നോക്കുമ്പോൾ മഴയെല്ലാം പെയ്ത് അങ്ങോട്ടേക്ക് പതിയെ പതിയെ വെള്ളം കയറുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച അവരിപ്പോഴാണ് കാണുന്നത്. നേരത്തെ വീണ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് തല കീഴായിട്ട് ഇവരുടെ തലയുടെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും നേരം രക്ഷപ്പെടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ട സമയത്ത് അവരുടെ പ്രതീക്ഷ മുഴുവനായിട്ട് നഷ്ടാവുകയാണ്. പോരാത്തതിന് ശക്തമായിട്ട് മുകളിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്നും വെള്ളത്തിന് ആ ഒരു ഉറവയൊക്കെ വന്നിട്ട് മുകളിലേക്ക് ആ ഒരു പ്രഷർ വരുന്നുണ്ട്. ഇനി എത്ര നേരം ഇവർക്ക് എങ്ങനെ ജീവനോടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ആ നേരത്താണ് സൂസി നോക്കുമ്പോൾ ഒരു വാട്ടർ ക്യാൻ അതങ്ങനെ ആ ഒരു വെള്ളത്തിൽ പൊന്തി വരുന്നത്. അപ്പൊ അവള് പെട്ടെന്ന് പറയാണ്, സർവൈവ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഇതെല്ലാം കൂട്ടി വെച്ച് നമ്മളൊരു തോണി ഉണ്ടാക്കണം. അപ്പൊ എല്ലാവരും കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് തോണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്നാൽ എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഇയോൺ മാത്രം അവിടെ ഇല്ല. അവൻ എങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇവൻ ഇതവിടെ പോയി നോട്ട് എല്ലാവരും നോക്കുന്ന സമയത്ത് ഇയോൺ ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു സാധനം എടുത്തിട്ട് വരുന്നു. നേരത്തെ ആ ഒരു വലിയ വീടുണ്ടല്ലോ അത്
വീണ സമയത്ത് അതിന്റെ മുകളിൽ നിന്ന് ഒരു വാട്ടർ ടാങ്ക് വീണില്ലേ, ആ വാട്ടർ ടാങ്ക് എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇയോൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരോടും അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറയണം. മാത്രമല്ല ഈ ടാങ്ക് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളതാണ്. എത്ര പ്രഷർ വന്നാലും അതിന് താങ്ങാൻ കഴിയും. അതിന്റെ ആ ഒരു ക്വാളിറ്റി കണ്ടറിയാം. അപ്പൊ എല്ലാവരോടും അതിന്റെ ഉള്ളിലേക്ക് ഇയോൺ കയറിയിരിക്കാൻ പറയാണ്. ഏറ്റവും ലാസ്റ്റ് ഇയോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയോണോടും ജോ കയറാൻ പറയുമ്പോൾ അല്ലടാ അത് പറ്റില്ല, കാരണം ആരെങ്കിലും ഒരാൾ പുറത്തു നിന്ന് ഇതിന്റെ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്താലല്ലേ സംഭവം സേഫ് ആവുള്ളൂ. ഇതും പറഞ്ഞ് ഇയോൺ ഒന്നും നോക്കിയില്ല, ഡോറ് ഒറ്റ ക്ലോസ് ചെയ്യലാണ് കേട്ടോ. ഇത് കണ്ട് എല്ലാവരും നിലവിളിക്കുന്നുണ്ട്. ജെറിയും ജോയും ജെറിയുടെ മകനും അങ്കിൾ എന്താ ഈ കാണിക്കുന്നത്, വാ ഉള്ളിലേക്ക് വാന്നിട്ട് ചെറുക്കനും കാര്യമാണ്. ജോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അച്ഛാ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര കരച്ചില്. എന്നാൽ ഇയോൺ പറയണം, മോനെ ഇതല്ലാതെ വേറൊരു വഴിയില്ല എനിക്ക്. അധികം വൈകിയില്ല കേട്ടോ. മുകളിൽ നിന്ന് നല്ല പ്രഷറോട് കൂടിയിട്ട് ഒരുപാട് വെള്ളം വരികയാണ്. സോ ആ ഒരു വെള്ളത്തിൽ പെട്ട് ഇയോൺ എങ്ങോട്ടേക്ക് പോയി എന്ന് പോലും അറിയില്ല. മാത്രമല്ല ആ ഒരു ഏരിയ മുഴുവനായിട്ടും വല്ലാതെ വെള്ളം വന്നങ്ങോട്ട് നിറയാണ്. ഇങ്ങനൊരു കാര്യം ഇവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും സ്പോട്ടിൽ മരിച്ചു പോയനെ. എന്നാൽ ഇയോൺ അവന്റെ ആ ഒരു ജീവൻ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. സോ ആ ഒരു ടാങ്കിന്റെ ഉള്ളിൽ കിടന്ന് ഇവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ എയർ ആണല്ലോ, വെള്ളത്തിൽ ഇതങ്ങനെ നിൽക്കില്ലല്ലോ, മുകളിലേക്ക് അങ്ങനെ ഇത് പൊന്തി പോകുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി മുകളിലേക്ക് ആ ഒരു ടാങ്ക് പോവുകയാണ്, ഇവര് സേഫ് ആയിട്ട് മുകളിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരുപാട് വയറുകളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ ടാങ്ക് പെട്ടുപോകുന്നുണ്ട്. സോ ടാങ്ക് അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, മുകളിലേക്ക് പൊന്തുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് ആ ഒരു വയറുകൾക്കിടയിൽ നിന്നും ടാങ്കിനെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഈ രക്ഷപ്പെട്ട ടാങ്ക് വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് ദാണ്ടെ അടുത്ത സംഭവം. ഷാർപ്പായിട്ടുള്ള ഒരു കമ്പിയിൽ പോയിട്ട് ടാങ്ക് അങ്ങനെ കുത്തി നിൽക്കുകയാണ്. പ്രഷർ വന്നാൽ താങ്ങാൻ കഴിയും, എന്നാൽ ഷാർപ്പായിട്ടുള്ള ഒരു കമ്പി വന്നാൽ അതിന് താങ്ങാൻ പറ്റില്ലാതെ വന്നു. എന്തായാലും അതിൽ കുത്തി അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ഇവർ രണ്ടും കൽപ്പിച്ച് ആ ഒരു കമ്പിയെ പിടിച്ചങ്ങനെ തള്ളി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധിയില്ലേ, ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ആ സമയത്താണ് പുറത്തു നിന്നൊരു പ്രഷർ വന്നിട്ട് പതിയെ ഈ ഒരു ടാങ്കിനെ തള്ളുന്നത്. നോക്കുമ്പോൾ ആരാണ്, നമ്മുടെ ഇയോൺ തന്നെ. മച്ചാൻ മരിച്ചില്ല, ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടല്ലോ അതും വായിൽ വെച്ചുകൊണ്ട് അവൻ വന്നിട്ട് ഇതങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു ഓട്ടയിലൂടെ നന്നായിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. എല്ലാവരും അത് അടച്ചു വെക്കാൻ നോക്കിയാലും നല്ല പ്രഷറിലാണ് വരുന്നത്. അടച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സമയത്ത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, ആ ഓട്ടയിലേക്ക് കൈ ഒരേറ്റ ഇടിയാണ്. കൈ പോയിട്ട് ആ ഒരു ഓട്ടയിൽ പോയിട്ട് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. സോ വെള്ളം ഇപ്പൊ കയറുന്നില്ല. ഇതേ നേരം തന്നെ പുറത്തേക്ക് വന്ന് ജിയാന്റെ ആ ഒരു കയ്യിൽ ഇയോൺ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. രക്ഷപ്പെട്ടു എന്ന് നമ്മളിങ്ങനെ കരുതും. പക്ഷേ ടാങ്കിന്റെ ഉള്ളിൽ എയർ ഫിൽ ആയതുകൊണ്ട് തന്നെ പിന്നീട് നല്ല വേഗത്തിലാണ് മുകളിലേക്ക് പോയത്. പാവം നമ്മുടെ ഇയോണ് അവന്റെ കൈ പിടിക്കാൻ പറ്റിയില്ല. രക്ഷപ്പെട്ടു എന്ന് കരുതി ആ ഒരു സമയത്ത് തന്നെ വീണ്ടും ഇങ്ങനെ സംഭവിക്കുകയാണ്. എന്നാലും ഇയോണ് വിഷമമൊന്നുമില്ല, മകനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ആ സന്തോഷത്തിൽ അവനങ്ങനെ നിൽക്കുമ്പോൾ ഈ ടാങ്കിൽ ഒരുപാട് വള്ളിയും കാര്യങ്ങളൊക്കെ കുടിയായിരുന്നല്ലോ, വയറൊക്കെ. ആ വയറിൽ ഒരു കഷ്ണം ഇയോന്റെ കാലിൽ കൊടുങ്ങുകയാണ്. സോ മുകളിലേക്ക് ടാങ്ക് പോകുന്നതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ഇയോണും പോവുകയാണ്. വല്ലാത്ത സീൻ തന്നെ. അങ്ങനെ അവസാനം ആ ഒരു വലിയ കുഴിയിൽ അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു വെള്ളം തന്നെയാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും അതുപോലെ തന്നെ ഇവർക്ക് മരണപ്പെടാനുള്ള ഒരു സാധ്യതയും. കാരണം എന്താ വെച്ചാൽ ഇവർ മുകളിലേക്ക് എത്തിയെങ്കിലും ആ ടാങ്കിൽ ഇപ്പോഴും ഒരു ഹോൾ ഉണ്ട്, അതിലൂടെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ അതിന് ഇവർക്ക് തടുക്കാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും അറിയുന്നില്ല. കാരണം അതിന്റെ ആ ഒരു മൂടി പുറത്തുനിന്നാണല്ലോ ലോക്ക് ചെയ്തിട്ടുള്ളത്, ഇവർക്ക് തുറക്കാനും കഴിയില്ല. അങ്ങനെ വെള്ളം നിറയുന്ന ആ ഒരു ഭയം കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയം കാരണം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് ആ ടാങ്കിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. പതിയെ ആ ഒരു മൂടി തുറക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അത് ആ ഒരു റെസ്ക്യൂ ടീം ആയിരിക്കും എന്ന് കരുതിയിട്ട് നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ മൂടിയും തുറന്നുകൊണ്ട് ഇപ്പൊ ഇവരെ നോക്കി നിൽക്കുന്ന ഇയോണെ കാണാണ്. സത്യം പറയാ ഇത് കണ്ട സമയത്ത് ജോ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അച്ഛാ നിങ്ങൾ ചത്തില്ല അച്ഛാ. എന്റെ മക്കളെ അടിപൊളി സീൻ കേട്ടോ. എന്തായാലും ഇവർ അത്യാവശ്യം മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീമിന് പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് താഴേക്ക് റോപ്പും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ അതിൽ കണക്ട് ചെയ്യാണ്. എന്നിട്ട് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നേരെ ഈ ഒരു ടാങ്കിനെ മുകളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. മുകളിലെത്തിയ സമയത്ത് ഈ രക്ഷപ്പെട്ട കുടുംബക്കാരുടെ കാര്യം പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. ജെറിയുടെ ഭാര്യ പോയി എന്ന് കരുതിയ ഭർത്താവിനെയും മകനെയും തിരിച്ചു കിട്ടിയതല്ലേ, അവരുടെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിനുശേഷം ജെറി നേരെ പോകുന്നത് ആ ഒരു മുടിയുടെ കഷ്ണവുമായിട്ട് ആ അമ്മയുടെ അടുത്തേക്കാണ്. ഇത് മാത്രമേ ജെറിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു മുടിയുടെ കഷ്ണം പിടിച്ചുകൊണ്ട് തന്നെ അവർ കുറെ നേരം കിടന്ന് കരയാണ്. വിധിയെടുക്കാനായിട്ട് ആർക്കും പറ്റില്ലല്ലോ. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് നമ്മുടെ ജിയാൻ അതുപോലെ തന്നെ സൂസി രണ്ടുപേരും പ്രണയത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ പുതിയൊരു വീട് വാങ്ങിയിരിക്കുകയാണ്. എന്നാൽ ലക്ഷങ്ങളും കോടിയും കൊടുത്തുകൊണ്ട് ഒരു വലിയ വീടൊന്നുമല്ല, ചെറിയൊരു കാരവാന്. സന്തോഷത്തിൽ ഇനി ഇവിടെ ജീവിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. സോ ആ ഒരു വീട് മേടിച്ചതിന്റെ സന്തോഷത്തിൽ എല്ലാവരും വിളിക്കാൻ കേട്ടോ. ജെറിയും ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ ഇയോണും ഫാമിലി ഉണ്ട്. എന്തായാലും പുതിയൊരു കുടുംബം പോലെ തന്നെ ഇവർ മാറിയിട്ടുണ്ട്. കാരണം ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ മനുഷ്യർ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് അടുപ്പിക്കുക. ഒരിക്കലും ഈ ഒരു റിലേഷൻ ഒന്നും ഇനി സെപ്പറേറ്റ് ആവാൻ പോകുന്നില്ല തോന്നുന്നു. കാരണം അത്രത്തോളം വലിയൊരു അപകടാവസ്ഥയിൽ നിന്നാണ് ആ ഒരു ഇന്റേണൽ ബോണ്ട്, അത് കാരണം ഇവരെല്ലാവരും സർവൈവ് ആയി വന്നത്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. സിനിമ എങ്ങനെ ഇഷ്ടമായോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതിന്റെ ആ ഒരു അവസാനത്തെ സമയമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.